2025 നമ്മളിൽ പലരും ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നവരാണ്, അല്ലേ? എന്നാൽ ആലോചിച്ചിട്ടുണ്ടോ, അതേ സ്ക്രോൾ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ളത്? ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ഫേസ് കാണിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ചെയ്യേണ്ടതെന്നാൽ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ റീപോസ്റ്റ് ചെയ്യുക എന്നതാണ്. ഈ ഒരു ബിസിനസ് മോഡലിൻ്റെ പേരാണ് ഇൻസ്റ്റാഗ്രാം ക്യാഷ് ഔട്ട്. ഒരു സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ബിസിനസ് മോഡൽ തുടങ്ങാൻ കഴിയുന്നതാണ്. മറ്റുള്ളവർ പറയുന്ന പോലെ ലക്ഷങ്ങളോ കോടികളോ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദിവസം ഒരു 500, 600 ആ റേഞ്ചുള്ള പൈസ ഈസി ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് ആദ്യ പോസ്റ്റിൽ തന്നെ മണി ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഈ ഒരു മെത്തേഡ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ വേണം, എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഡൗട്ട് കാണും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചിരുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ മിനി കോഴ്സ് നിങ്ങൾക്ക് ഇനിയും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്നും അതോടൊപ്പം ഈ വീഡിയോയിൽ വരുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാനും മറക്കണ്ട. അപ്പോൾ നേരിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് ശരിക്കും ഇൻസ്റ്റാഗ്രാം ക്യാഷ് ഔട്ട്? ക്യാഷ് ഔട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നൊരു ഗെയിംസ് ഉണ്ടാക്കും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ റീപോസ്റ്റ് ചെയ്ത് എന്നിട്ട് അതിലാണെങ്കിൽ CTA, അതായത് കോൾ ടു ആക്ഷൻ കൂടി നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസിൻ്റെ. അപ്പോൾ അത് കാണുന്ന നമ്മുടെ ഓഡിയോ ബയോയിലുള്ള ലിങ്ക് വഴി നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് ഭാഗം. ഈ ഒരു മെത്തേഡാണ് ഇൻസ്റ്റാഗ്രാം ക്യാഷ് ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ എന്ത് ടൈപ്പ് റീലുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ മീം ടൈപ്പ് റീലുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, നമ്മളായാലും ദിവസവും കുറേ മീം ടൈപ്പ് പോസ്റ്റുകൾ കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ റീലിന് നല്ല വ്യൂസ് കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം അൽഗോരിതം വിചാരിക്കും ഈ ഒരു പോസ്റ്റ് നല്ലതാണ്, അതുകൊണ്ടാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ പോസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വ്യൂസ് കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മീം ടൈപ്പ് പോസ്റ്റാണ് ഇവിടെ റീപോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ക്യാഷ് ഔട്ട് വന്ന ഈ ഒരു ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടുള്ളവരുടെ ഒരു മീം ടൈപ്പ് പോസ്റ്റ് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മീം ടൈപ്പ് പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്ന പോസ്റ്ററാണെങ്കിൽ കുറച്ച് ടെക്സ്റ്റുകൾ കാണും, അതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് ആദ്യം ഈ വീഡിയോയ്ക്ക് പറ്റിയൊരു ക്യാപ്ഷൻ കൊടുക്കും മുകളിൽ. എന്നിട്ടാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നമ്മളാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസിൻ്റെ ടെക്സ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അതിട്ട് അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഇൻ ബയോ അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ ചെറിയ സൈസിൽ നമ്മൾ താഴെ ടെക്സ്റ്റ് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ആണെങ്കിൽ ബയോയിലുള്ള ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഈ ഒരു ബിസിനസ് മോഡൽ വർക്ക് ആവുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ എന്താണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കും, നമുക്കാണെങ്കിൽ നമ്മുടെ ഏത് പ്രൊഡക്റ്റോ സർവീസ് നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കാണെങ്കിൽ ഫ്രീലാൻസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ സർവീസ് ആണെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇ-കോമേഴ്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ക്യാപ്ഷൻ വയ്ക്കാവുന്നതാണ്. പക്ഷെ നമ്മളാണെങ്കിൽ ഇവിടെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റാണ്. ഡിജിറ്റൽ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള കുറേ യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന്? ചിലർക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ എന്താണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ പ്രീമിയം ആപ്സ്, അതേപോലെ ബുക്സ്, പിന്നെ കോഴ്സുകൾ, റീൽസ് പാക്ക്, അതേ എഡിറ്റിംഗ് പാക്ക്, അതേപോലത്തെ ഒക്കെ അല്ലേ എന്ന് വെച്ചാൽ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ PDF അതൊരു ബുക്കാണ്. പിന്നെ സ്പോട്ടിഫൈ പ്രീമിയം അതൊരു പ്രീമിയം ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ പോലെയാണ്. പിന്നെ എഡിറ്റിംഗ് പാക്ക്, അങ്ങനെയൊക്കെ വരുന്ന ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ എന്തുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്ക് കുറേ യൂസ്ഫുൾ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഒരു വട്ടം വാങ്ങിച്ചാലാണെങ്കിൽ അതാണെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ മറ്റേ ഇ-കോമേഴ്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും സപ്ലയറിന് പൈസ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനകത്താണെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്കാണെങ്കിൽ ഒരു വട്ടം പേയ്മെൻറ്റ് ചെയ്താൽ എത്ര പേർക്ക് വേണമെങ്കിലും ഈ ഒരു സിംഗിൾ പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്കാണെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ ഇത് വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ ഇൻവെൻറ്ററി ആയിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഫോണിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്കാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കൊണ്ട് നടക്കാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ ആണെങ്കിൽ എവർഗ്രീൻ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രോഡക്റ്റുകളുണ്ട്. എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും ട്രെൻഡിങ് നിൽക്കുകയായിരിക്കും. എല്ലാവർക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഡിജിറ്റൽ പ്രോഡക്റ്റ്. അങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റ് നിങ്ങൾ സെയിൽ വേണമെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ വൺ ടൈമിൽ തന്നെ എത്ര നാൾ വേണമെങ്കിൽ സെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത മെയിനായിട്ടുള്ള സംശയമായിരിക്കും എവിടെ നിന്ന് നമുക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ യൂട്യൂബിൽ നിന്ന് വെച്ചാൽ ക്രിയേറ്റേഴ്സൊക്കെ തരില്ലേ, അങ്ങനെ ആ പ്രോഡക്റ്റൊക്കെ എടുത്ത് സെല്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിനൊന്നും വലിയ സെയിൽസ് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ അത്രയ്ക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും. കാരണം ഗൂഗിളിലൊക്കെ അല്ലേ കിടക്കുന്നത്, അത് ആർക്കാണെങ്കിലും ഈസിയായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ലേ. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിജിറ്റൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത ഒരു ടീമുണ്ട്, അവരിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാമിൽ തന്നെ അവരുടെ 10,000-കണക്കിന് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് എന്നതായിരിക്കും. ഇതാകുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ വിന്നിംഗ് പ്രോഡക്റ്റ് ഇതായിരിക്കും. എന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ ടെലഗ്രാമിൽ തന്നെയാണെങ്കിൽ വിന്നിംഗ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ എടുക്കാവുന്നതാണ്. അതാകുമ്പോൾ നല്ല പ്രോഫിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും.
പക്ഷെ നല്ല സെയിൽസ് കിട്ടാൻ പറ്റുന്ന പ്രോഡക്റ്റുകളായിരിക്കും. അതേപോലെ എവർഗ്രീൻ പ്രോഡക്റ്റ് എന്നും പറഞ്ഞ് ലിസ്റ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഈ ട്രെൻഡ് കഴിഞ്ഞാലും ഭയങ്കര സെയിൽസ് നടക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളായിരിക്കും. എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ പ്രോഡക്റ്റ് അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ തരുന്നതിനുള്ള റീസെല്ലിംഗ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ സെയിൽ ചെയ്യുമ്പോൾ വേറെ പ്രശ്നവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി അവരുടെ പേയ്മെന്റ് പേജിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 999 രൂപയ്ക്കാണ്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഞാനാണെങ്കിൽ ഒരു കൂപ്പൺ കോഡ് പറഞ്ഞുതരാം. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 90% ഓഫർ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പ്രീമിയം കമ്മ്യൂണിറ്റി ആക്സസ് നിങ്ങൾക്കാണെങ്കിൽ 99 രൂപ കിട്ടുന്നതായിരിക്കും. ഇപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവരാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ 999 ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇവരുടെ ആഡ്സിലും ഒരു 999 കൊടുക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടാനാണെങ്കിൽ 2025 എന്ന ഒരു കൂപ്പൺ കോഡ് അടിച്ചാൽ നിങ്ങൾക്കാണെങ്കിൽ 90% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ പർച്ചേസ് ലിങ്ക് ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇൻസ്റ്റഗ്രാം ക്യാഷ് ഔട്ട് എന്ന ഈ ഒരു ബിസിനസ് മോഡൽ എങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ നോക്കാം. അപ്പോൾ ഇൻസ്റ്റഗ്രാം ക്യാഷ് ഔട്ട് എന്ന ഈ ഒരു ബിസിനസ് മോഡൽ എങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ബിസിനസ് മോഡൽ കംപ്ലീറ്റ്ലി മനസ്സിലാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ അകത്തുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഈ ഒരു ബിസിനസ് മോഡൽ റൺ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഇതേപോലെ ഈ 2-3 ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇപ്പം ഈ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ 8ാമത്തെ പോസ്റ്റിൽ നിന്ന് തന്നെ എനിക്ക് ഒരു 7000 മുകളിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ആ ഒരു റീലാണെങ്കിൽ 4 ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് കയറിയിരുന്നത്. അതുകൊണ്ടാണ് അത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നത്. അപ്പം ഞാൻ ആ പോസ്റ്റ് എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. നോക്കട്ടെ, ഉണ്ട് 4,32,000 ഈ ഒരു പോസ്റ്റിൽ നിന്നാണ് എനിക്ക് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ വേറൊരു പോസ്റ്റുകളുണ്ട്. 1,71,700 കയറിയിട്ടുണ്ട്. പിന്നെ 2 ലക്ഷത്തിൻ്റെ ഉണ്ട്. ഉണ്ട് ഇത് അങ്ങനെ കുറേ വ്യൂസ് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് അങ്ങനെ കുറേ രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഈ റീലിൽ ഇങ്ങനെ നമ്മളെ കാൾ ടു ആക്ഷനും ക്യാപ്ഷനും അതേപോലെ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ മറ്റേ 4 ലക്ഷം വ്യൂസ് കയറി അത് തന്നെ കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ട്, ഇത് ഒന്ന് നോക്കിയോ. ഇതാണ് ആ വീഡിയോ. ഞാൻ പറയുന്ന കോമഡിക്ക് ചങ്ക് ചിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞു. ഇതാണ് ഈ വീഡിയോയ്ക്ക് പറ്റുള്ളൂ. മീമിൻ്റെ ക്യാപ്ഷൻ ഇത്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്യാപ്ഷൻ ആണ് ഇത്. 4000 പ്ലസ് ലക്ഷറി കാർ റീൽ ബണ്ടിൽ ഫോർ ജസ്റ്റ് 90 rupees പർച്ചേസ് ലിങ്ക് ഇൻ ബയോ. ഇതാണ് നമ്മുടെ മെയിൻ CTA ലിങ്ക്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് മോഡലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാവുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മീമായിരുന്നു എന്നൊരു യൂസർ നെയിമും പിന്നെ ലോഗോയ്ക്ക് ആ ടെക്സ്റ്റ് തന്നെ അയച്ചൊന്ന് ഫോണ്ട് മാറ്റി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കുന്നേ ഉള്ളൂ. പിന്നെ ബയോയും ഇത് ഞാൻ ChatGPT വെച്ച് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ യൂസർ നെയിമും ബയോയ്ക്ക് നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ ജെമിനി അല്ലെങ്കിൽ മറ്റേ മെറ്റ AI ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ലോഗോ ഉണ്ടാക്കാൻ നിങ്ങൾ ക്യാൻവ അല്ലെങ്കിൽ ChatGPT ഇപ്പോൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് ChatGPTയിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂസർ നെയിമും ബയോയും പോലെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വാട്സാപ്പ് ലിങ്ക് ബയോയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ വാട്സാപ്പ് ലിങ്ക് എന്തിനാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ നമ്മുടെ റീലിലാണെങ്കിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കുമല്ലോ, CTA നമ്മളുടെ. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ലിങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വാട്സാപ്പ് ലിങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ WA.me പിന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് +91 പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് ലിങ്കായി. അപ്പം ഇതെന്തിനാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരാണെങ്കിൽ ബയോയിൽ വന്നിട്ടാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ബ്രോ ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്ന് ചോദിക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പറയണം, ബ്രോ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഈ ഒരു പ്രോഡക്റ്റ് ഇത്ര രൂപയാണ്, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് ഈ ഒരു ഫോൺ നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ അവർ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണെങ്കിൽ സെല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് ആണെങ്കിൽ മീം ടൈപ്പ് ആയിട്ടുള്ള അക്കൗണ്ടായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയല്ലോ, അപ്പോൾ അതിലാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന റീലുകളും പോസ്റ്റുകളും വേറെ നിശ്ചയിലുള്ള കണ്ടൻറ്റുകളായിരിക്കും.
അപ്പോൾ അതൊക്കെ മാറ്റി മീം ടൈപ്പ് ആയിട്ടുള്ള പോസ്റ്റുകളും റീലുകളും സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മളാണെങ്കിൽ ആദ്യം ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളാണെങ്കിൽ ആദ്യം തന്നെ ഒരു മീം ടൈപ്പ് പേജ് എടുക്കുക. ഇപ്പം നിങ്ങളാണെങ്കിൽ വേറെ കിട്ടിയില്ലെങ്കിൽ ഈ മീമായിരുന്നു ഈ ഒരു പേജ് എടുത്തിട്ടാണെങ്കിൽ നിങ്ങളാണെങ്കിൽ അതിനകത്തുള്ള റീൽ സെക്ഷനിൽ കിടക്കുന്ന റീലുകളെല്ലാം എടുത്തിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇൻട്രസ്റ്റ് സേവ് കൂടെ കൊടുത്തേക്ക് കേട്ടോ. സേവും എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന എല്ലാ ഇൻട്രസ്റ്റും പിന്നെ സേവ് കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 15 പോസ്റ്റ് നിങ്ങളാണെങ്കിൽ ഇൻട്രസ്റ്റ് സേവും ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്കാണെങ്കിൽ റീൽ സെക്ഷൻ എടുക്കുമ്പോൾ മൊത്തം മീം ടൈപ്പ് റീലുകളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽ സെക്ഷനിലാണെങ്കിൽ ഇപ്പം മീം മാത്രം വരുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ ഇതിൽ നിന്ന് ആ റീൽസിൽ നിന്നാണെങ്കിൽ ആ മീം ടൈപ്പ് റീലിൽ നിന്നാണെങ്കിൽ നമ്മളൊരു മീം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ മീം ഡൗൺലോഡ് ചെയ്യുക മിക്കുള്ളവർക്കും അറിയാതായിരിക്കും. നമുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളാണെങ്കിൽ ഇത് കോപ്പി ലിങ്ക് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളാണെങ്കിൽ മറ്റേ സ്നാപ്പ് ഇൻസ്റ്റ അല്ലെങ്കിൽ ഇൻസ്റ്റാ ട്യൂബ് അങ്ങനെയൊക്കെയുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്കാണെങ്കിൽ ഇൻസ്റ്റാ റീൽസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ ചെന്നിട്ടാണെങ്കിൽ ഇൻസ്റ്റാ റീൽസ് ഡൗൺലോഡ് എന്നൊക്കെ അടിക്കുമ്പോൾ കുറേ വെബ്സൈറ്റുകൾ ഇതിനൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് വാട്ടർമാർക്ക് ഇല്ലാത്ത വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കണം കേട്ടോ. പക്ഷെ മറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വാട്ടർമാർക്ക് ഇല്ലാത്ത വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്ന റീലാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ മറ്റേ ഭീമായിരുന്നു എന്ന ആ പേജിൽ നിന്ന് എടുത്തൊരു പോസ്റ്റ് തന്നെയാണ് ഇവിടെ എഡിറ്റ് ചെയ്യാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നോർമൽ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് റീൽസ് എടുത്തിട്ട് നമ്മളെ പോസ്റ്റ് എടുത്താൽ റീൽസ് എടുത്തു. ഇനി ഇതിലാണെങ്കിൽ നമുക്കാണെങ്കിൽ നല്ലൊരു ക്യാപ്ഷൻ മീമിന് പറ്റിയൊരു ക്യാപ്ഷന് പിന്നെ നമ്മുടെ CTAയും കൊടുക്കണം. അപ്പം ഈ ഒരു റീലിന് പറ്റിയൊരു ക്യാപ്ഷൻ നമ്മൾ തപ്പി പിടിക്കണം. പക്ഷെ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ബെൻസിലോട്ടൊക്കെ ഷെയർ ചെയ്യാൻ ഓഡിയൻസിൽ തോന്നണം. അപ്പോൾ അതിന് മുമ്പേ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റുകളൊക്കെ ആദ്യം ഹൈഡ് ചെയ്ത് കളയണം. അപ്പം അതിനാണെങ്കിൽ നമ്മളാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പേസ് അടിക്കണം. സ്പേസ് അടിച്ച് പിന്നെ ഫുള്ളാക്കി കൊടുക്കുക കേട്ടോ. ഈ കളർ കൂടെ മാറ്റി വൈറ്റ് ഇട്ട് കൊടുക്കുക. വൈറ്റ് ഇതൊന്ന് വലുതാക്കിയിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം താഴത്തത് പോയി. ഇനി മുകളിലത്തെ അതേപോലെ ഹൈഡ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ 2 ടെക്സ്റ്റ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ CTAയും ഈ ഒരു മീമിന് പറ്റിയൊരു ക്യാപ്ഷൻ കൂടെ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കുകയാണ്. ഞാൻ ചങ്ക ഒരു മാസത്തെ മന്തി കഴിച്ചതിന് കണക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ എന്ത് ഈ ക്യാപ്ഷനിലുണ്ട് ചങ്കെന്ന് പറയുമ്പോഴത്തേക്ക് അവരാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സിനാണെങ്കിൽ അവരാണെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വ്യൂസ് കൂടെ കൂടുന്നതാണ്. ഇതാണെങ്കിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ചെറുതാക്കി കൊടുക്കുക. കളർ കൂടെ മാറ്റാം. നമുക്കാണെങ്കിൽ മുകളിലോട്ട് വെച്ചെടുക്കുക. ഓക്കെ. ഇപ്പം നമ്മൾ റീലിനായിട്ട് ഇത് കൊടുത്ത് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്യാപ്ഷനാണെങ്കിൽ താഴെ കൊടുക്കുള്ളൂ. അപ്പോൾ അതിനാണെങ്കിൽ അടുത്ത ടെക്സ്റ്റ് കൊടുക്കുക. അപ്പം ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ ലക്ഷറി കാർ റീൽ ബണ്ടിൽ അതാണ് സെല് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റീൽ കൊടുക്കുക 4000+ ലക്ഷറി കാർ റീൽ ബണ്ടിൽ for just 90 rupees. Purchase link in bio. ചെറുതായി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കൂടെ ചെറുതായി കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇപ്പോൾ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇത് അപ്ലോഡ് കൂടെ ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് കൊടുത്തിട്ട് ഇത് ക്യാപ്ഷൻ ആണെങ്കിൽ നമ്മളാണെങ്കിൽ മെൻഷൻ ദാറ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ മെൻഷൻ മാത്രം മതി. എന്നിട്ട് ഒരു ചിരിക്കുന്ന ഇമോജി ഇട്ട് കൊടുക്കുക. നല്ലൊരു ഇതവിടെ മതി. ഇപ്പോൾ ക്യാപ്ഷൻ സെറ്റായി. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ നിങ്ങളാണെങ്കിൽ മാക്സിമം ഒരു 6, 7, 8, 9 ആ സമയത്തൊക്കെ പോസ്റ്റ് ചെയ്തായിരിക്കും നല്ലത്. അതാകുമ്പോൾ കാരണം ഈ ഒക്കെ ടൈമിലൊക്കെയാണ് നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവായിട്ടുള്ളത്. അപ്പം ആ ടൈമിലൊക്കെയാണ് റീൽസ് നല്ല ക്ലിക്ക് ആകത്തുള്ളൂ. ഓക്കെ, അതേപോലെ നിങ്ങളാണെങ്കിൽ മാക്സിമം ഡെയിലി ഒരു 3 വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. എന്നാലേ കൂടുതൽ സെയിൽസ് നടക്കും. ഇപ്പം ആദ്യത്തെ പോസ്റ്റിലൊന്നും ചിലപ്പോൾ വ്യൂസ് ഒന്നും കയറിയില്ലെന്നില്ല, 0 പോസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10 ദിവസം നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോ എന്തായാലും 100K മുകളിൽ കയറും, അല്ലെങ്കിൽ 10K മുകളിലും കയറും. അപ്പോൾ നിങ്ങളാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ നോക്കുക. പിന്നെ 0 ഫോളോവേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ഒരു 10 പോസ്റ്റിങ്ങൊക്കെയാണെങ്കിൽ 0 വ്യൂസ് തന്നെ ആയിരിക്കും. കണ്ടിന്യൂസ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് വ്യൂസ് കിട്ടൂ. അപ്പോൾ അങ്ങനെ ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിൽ നല്ലൊരു 10K മുകളിൽ വ്യൂസ് കിട്ടിയാൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഈ ക്യാപ്ഷൻ ഇല്ലേ, ഇവിടുത്തെ ക്യാപ്ഷനും പിന്നെ നിങ്ങളുടെ മറ്റേ കമൻറ്റിലും ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ആ പ്രോഡക്റ്റിൻ്റെ ടെക്സ്റ്റാണ് കൊടുക്കുക കേട്ടോ. പക്ഷേ 4000 കാർ റീൽ ബണ്ടി ഫോർ ജസ്റ്റ് 90 rupees പർച്ചേസ് ലിങ്ക് ഇൻ ബയോ, അതാണെങ്കിൽ നിങ്ങളുടെ ക്യാപ്ഷനിൽ കമൻറ്റിൽ പിൻ ചെയ്ത് കൂടി വയ്ക്കുക. അപ്പം കമൻറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് കണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം ക്യാഷ് ഔട്ട് എന്ന ഈ ഒരു മിനി കോഴ്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മോഡൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ മിനി കോഴ്സ് നമ്മൾ ഇനിയും ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ.